ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരെയ്ക്കും അന്വേഷിച്ചിട്ടില്ല. കാരണം ഒരു കാരണമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു, അത് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഇല്ല. അത് മാത്രമല്ല, 99% ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയെന്നറിയോ? ആരൊക്കെ? നിങ്ങൾ തന്നെ പറയും. ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കെ കോടതിയുടെ ഭാഗത്തു നിന്നും കല്ലറ പൊളിച്ച് പരിശോധിക്കണമെന്ന നിർദ്ദേശം വന്നതോടുകൂടി അവസാന ലാപ്പിലും ഇതിൽ വർഗീയത കുത്തിക്കയറ്റി നാട്ടിലൊരു കലാപം ഉണ്ടാക്കി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ഒരു വർഗീയ കലാപം സൃഷ്ടിച്ച് കേസിൽ നിന്നും രക്ഷപ്പെടാനോ അല്ലെങ്കിൽ കേസ് തിരിച്ചുവിടാനോ ഉള്ള ശ്രമം ഗോപൻ സ്വാമിയുടെ മക്കൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഒരു വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. നമുക്കതിലെ പ്രസക്തമായ ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരെയ്ക്കും അന്വേഷിച്ചിട്ടില്ല. കാരണം ഒരു കാരണമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു, അത് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഇല്ല. അത് മാത്രമല്ല ഇതിപ്പം സംസ്കരിച്ചു. ഇല്ല. അത് തന്നെയാണ് കാരണം. ഇല്ല. ഇത് മീഡിയ ചാനലിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. 99% ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയെന്നറിയോ? ആരൊക്കെ? നിങ്ങൾ തന്നെ പറയും. ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതില് ഒരു മിനിറ്റ്, 2 പരാതിയാണ് നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത് പരാതി കൊടുത്തിരിക്കുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശ്വംഭരൻ, രണ്ടാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ ഒന്നാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ യേശുദാസൻ, രണ്ടാമത് ഒപ്പിട്ടയാൾ സനന്ദൻ പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിന്റെ ഉടമ മുജീബ്. അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ്? യേശുദാസനുണ്ട്, വിശ്വംഭരനുണ്ട്. ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട്. അതിനൊരു മതത്തിന്റെ കോർണറിലേക്ക് സനന്ദൻ എന്തിനാണ് കൊണ്ടുവരുന്നത്? അതാണ് പറഞ്ഞത്. നിയമപരമായിട്ടുള്ള നടപടികൾ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും അവരെ കൂടെ ഒന്ന് ആലോചിച്ചിട്ട് അവരൊന്നൊരു തീരുമാനം എടുക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഹിന്ദു ഐക്യവേദിയും മറ്റു ഹിന്ദു സംഘടനകളും പറഞ്ഞു കഴിഞ്ഞു ഇതിനകം തന്നെ. ഒരുപക്ഷെ സനന്ദനോട് നേരിട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ശരി. അവരെന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. കണ്ടില്ലേ, അവൻ ഇപ്പോഴും ഈ വിഷയത്തിൽ മുസ്ലിങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഈ വിഷയം ഇത്രയും വിവാദമാവാൻ കാരണം മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളുടെ ഇടപെടൽ കാരണമാണ് ഇവിടെ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായത് എന്ന രീതിയിലാണ് ഗോപൻ സ്വാമിയുടെ മൂത്ത മകനും ഈ കേസിലെ ഒന്നാമത്തെ പ്രതിയുമായ ഈ തെമ്മാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം പരാതി കൊടുത്തത് തൊട്ടടുത്ത നാട്ടുകാരനും അയൽവാസിയുമായിട്ടുള്ള ഹിന്ദുവായ വിശ്വംഭരനാണ്. രണ്ടാമതായി നാട്ടുകാർ ഒന്നടങ്കം ഒപ്പിട്ട മാസ് പെറ്റീഷനിൽ ആദ്യമായി ഒപ്പിട്ടിരിക്കുന്നത് ക്രിസ്ത്യാനിയായ യേശുദാസനാണ്. മൂന്നാമതായിട്ടാണ് ഒരു മുസ്ലിമിന്റെ പേരും ഒപ്പും അതിൽ വരുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് മുസ്ലിങ്ങളാണ് ഇതിനകത്ത് ഇടപെട്ടത്, മുസ്ലിങ്ങളാണ് ഇത് പ്രശ്നമുണ്ടാക്കുന്നത്, മുസ്ലിങ്ങൾ കാരണമാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി ഇവിടെ രൂപപ്പെട്ടത് എന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ, ഈ വാർത്തകൾ, ഈ സത്യാവസ്ഥ മുഴുവൻ വളച്ചൊടിക്കുന്നതിന് പിന്നിലുള്ള താല്പര്യം എന്താണ്? ഇത്രയും ദിവസം ഇവന്മാര് ഹിന്ദു സംഘടനകളുടെ സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള ബലത്തിലാണ്, ആ വിശ്വാസത്തിലാണ്, ആ പ്രതീക്ഷയിലാണ് ഈ വർഗീയ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്നത്. ഹിന്ദു സംഘടനകൾക്ക് കാര്യങ്ങളുടെ കിടപ്പേതാണ്ട് മനസ്സിലായി. ഇതിനകത്ത് ദുരൂഹമായ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്കും കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഇവരെന്തിനാണ് ഹിന്ദു സംഘടനകളോട് ആലോചിച്ചിട്ട് ഞങ്ങൾ എന്തും ചെയ്യൂ എന്ന് പറയുന്നത്? സ്വന്തം അച്ഛനെ കൊന്ന് കുഴിച്ചു മൂടിയത് ഹിന്ദു സംഘടനകളോട് ആലോചിച്ചിട്ടാണോ? അല്ലെങ്കിൽ കണ്ണ് കാണാത്ത, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധം കിടപ്പ് രോഗിയായി കിടന്ന സ്വന്തം അച്ഛനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ വിവരം നിങ്ങൾ ഹിന്ദു സംഘടനകളെ വിളിച്ച് പറഞ്ഞിരുന്നോ? ഹിന്ദു സംഘടനകളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയോ? അവരുകൂടി പറഞ്ഞിട്ടാണോ നിങ്ങൾ അവിടെ കൊണ്ടുപോയി അയാളെ കുഴിച്ചിട്ടത്? അല്ലല്ലോ. ഈ രീതിയിലേക്ക് ഇത് വളച്ചൊടിച്ചതിന് ശേഷം അമ്മയുടെ അറിവോടെ ആൺമക്കൾ രണ്ടുപേരും കൂടി അച്ഛനെ കൊന്ന് കുഴിച്ചു മൂടിയ സംഭവം, ഈ ക്രൂരമായ കൊലപാതകം, ഇത് പുറത്തറിഞ്ഞാൽ കുടുംബമടക്കം ജയിലിലേക്ക് പോയി കടക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയതോടുകൂടിയിട്ടാണ് ഇതിനകത്ത് മതപരമായ കാര്യങ്ങളും സമാധിയും ഒക്കെ കൊണ്ടുവന്ന് ഇതിലിപ്പോൾ വർഗീയമായ മുതലെടുപ്പിന് ഈ ആൺമക്കൾ രണ്ടുപേരും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത ആദ്യമായി പുറം ലോകത്തെത്തിച്ചത് റിപ്പോർട്ടർ TV ആണ്. അവർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യാറ്റിങ്കരയിലെ ബാലരാമപുരത്ത് ഇദ്ദേഹത്തെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലത്തെത്തിയപ്പോൾ ഈ പറയപ്പെടുന്ന മൂത്ത മകൻ സനന്ദൻ എന്ന് പറയുന്ന ആള് റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയോട് സംസാരിക്കാനേ തയ്യാറായില്ല. ഇവിടെ ഇങ്ങനെ ഒരു മരണം നടന്നുവെന്നും ആ മരണം ദുരൂഹമാണെന്നും ഈ നാട്ടിലെ ചില ആളുകൾ നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയതെന്നും അദ്ദേഹത്തിന്റെ മൂത്ത മകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ, ഒരക്ഷരം മിണ്ടാതെ തിരിഞ്ഞു നടന്നു പോയവരാണ്
ഇപ്പോൾ ചാനലായ ചാനലുകളിലെല്ലാം കയറിയിരുന്ന് ഇതിന് പിന്നിൽ മുസ്ലിങ്ങളാണ്, മുസ്ലിം വർഗീയവാദികളാണ് എന്ന് നിരന്തരം വിളിച്ചു പറയുന്നത്. ഇന്ന് തന്നെ നമുക്ക് മനസ്സിലായതാണ് ഇതിലെ ഒന്നാം പ്രതി ഈ ഹറാം പറഞ്ഞവനാണെന്ന്. ഇവരാണ് സ്വന്തം അച്ഛനെ കൊന്ന് കുഴിച്ചു മൂടാനുള്ള സകല കുതന്ത്രങ്ങളും പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവൻ തന്നെയാണ്, അതിനകത്തൊരു തർക്കമില്ല. കാരണം തുടർന്നുള്ള ഇവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഈ വിഷയത്തിൽ ആദ്യമായി മുസ്ലിങ്ങളെന്നും മുസ്ലിം വർഗീയവാദികളെന്ന വാക്കുച്ചരിച്ചത് പോലും ഇവനാണ്. അതുകൊണ്ട് ഇവന്റെ പേരിൽ കൊലപാതക കുറ്റം മാത്രമല്ല, സ്വന്തം അച്ഛനെ കൊന്ന് കുഴിച്ചു മൂടിയ സംഭവം മറച്ചുവെക്കാൻ, അതിൽ നിന്നും തന്ത്രപരമായി രക്ഷപ്പെടാൻ, നാട്ടിൽ ഹിന്ദു മുസ്ലിം വർഗീയ കലാപത്തിന് കോപ്പ് പൂട്ടിയതടക്കം, അതിനുവേണ്ട കുപ്രചരണങ്ങൾ നടത്തിയതടക്കമുള്ള കേസുകൾ കൂടി ചേർത്ത് ഇവരെ തൂക്കിയെടുത്ത് അകത്തിടണം. ഇല്ലെങ്കിൽ ഇതുപോലെ നാളെ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ആളുകളും ഇതേ രീതിയിൽ ചിന്തിച്ചേക്കാം. ഇതൊരു കീഴ്വഴക്കമായി മാറിയേക്കാം. ഇത്തരത്തിൽ ആരെങ്കിലും ക്രൂരമായ കൊലപാതകങ്ങളിലോ കുറ്റകൃത്യങ്ങളിലോ ഏർപ്പെട്ടതിന് ശേഷം അത് മറച്ചു പിടിക്കാൻ മതത്തെ കൂട്ടുപിടിച്ച് നാട്ടിലൊരു കലാപം സൃഷ്ടിക്കുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി മാറും. അതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ പോലീസ് ഇപ്പോഴും ഈ വിഷയത്തിൽ തുടരുന്ന തണുത്ത സമീപനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നതാണ്. കോടതി ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞ അവസാന സമയത്തും ഇതിൽ മുസ്ലിങ്ങളുടെ പേര് നിരന്തരം പറയുന്നതിലൂടെ നാട്ടിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള അവസാന ശ്രമങ്ങൾക്കും കോപ്പുകൂട്ടുകയാണ് ഈ സനതൻ എന്ന് പറയുന്ന ഒന്നാം നമ്പർ തെമ്മാടിയും വർഗീയവാദിയുമായിട്ടുള്ളവർ. അതുകൊണ്ട് ഇത് പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാവുന്ന ഒരു വകുപ്പ് കൂടിയാണ്. കഴിഞ്ഞ ദിവസം അവിടെ വന്ന് സംസാരിച്ച ഒരു വക്കീൽ പോലും പറഞ്ഞത് ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ്, ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ്, നിങ്ങൾ മുസ്ലിങ്ങൾ എന്തിന് ഇതിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ കംപ്ലീറ്റ് മതവർഗീയവാദികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ വിഷയം പൂർണ്ണമായും ഹിന്ദു മുസ്ലിം വേർതിരിവുണ്ടാക്കി നാട്ടിലൊരു കലാപം നടത്തി ഇതിൽ നിന്നും കുടുംബസഹിതം രക്ഷപ്പെടാനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഈ ഗോപൻ സ്വാമിയുടെ ക്രിമിനലുകളായ വർഗീയവാദികളായ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്ത് ഒരാൾ മരണപ്പെട്ടാൽ, ആ മരണം ദുരൂഹമാണെന്ന് ബോധ്യപ്പെട്ടാൽ നാട്ടുകാർ പരാതി കൊടുക്കുക സ്വാഭാവികമാണ്. ഏതെങ്കിലും മതമോ ജാതിയോ രാഷ്ട്രീയമോ മറ്റു പ്രത്യയശാസ്ത്രങ്ങളോ ഒന്നും നോക്കാതെ മനുഷ്യത്വമുള്ളവരും മാനവികമായ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവരും സഹജീവി സ്നേഹം വെച്ചു പുലർത്തുന്നവരുമൊക്കെ ഒറ്റക്കെട്ടായി അയാളുടെ ദുരൂഹ മരണം കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിനുവേണ്ട അന്വേഷണങ്ങൾ നടത്താൻ കോടതിയെ സമീപിക്കുകയും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ചെയ്തതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. ഇതിലേക്ക് മതം തിരികെ കയറ്റി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി നാട്ടിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപമുണ്ടാക്കി തങ്ങൾ ചെയ്ത ക്രൂരമായ കൊലപാതകവും കുറ്റകൃത്യങ്ങളും മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നവർ നാടിന് ദോഷമാണ്, ആപത്താണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും അപകടകാരികളായ രണ്ട് ക്രിമിനലുകളാണ്, വർഗീയവാദികളാണ് ഈ ഗോപൻ സ്വാമിയുടെ രണ്ട് ആൺമക്കളും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊലപാതകത്തിനും നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയതിനും ഇവനെയൊക്കെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് തൂക്കിയെടുത്ത് ഇവനെയൊക്കെ അകത്തിട്ടില്ലെങ്കിൽ അത് നാടിന് വലിയ ദോഷമായിരിക്കും, നാടിന്റെ സമാധാനാന്തരീക്ഷത്തിന് വലിയ പ്രശ്നമായിരിക്കും.